Question number 16, sine inverse of sine 2 pi by 3. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി വെച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് വേർ എക്സ് എലമെൻറ്റ് ഓഫ് മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു. അപ്പോൾ നമുക്ക് ഈ 2 പൈ ബൈ 3 എന്ന് പറയുന്നത് ഇതിൽ ഉണ്ടോ എന്ന് ഈ ഇൻ്റർവെല്ലിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എഴുതുമ്പോൾ the principal value branch of sine inverse is minus pi by 2 pi by 2 2 pi by 3 ഈ ഇൻ്റർവെല്ലിൽ ഉണ്ടോ നോക്കണം. 2 pi by 3 എന്ന് പറയുന്നത് 2 ഇൻറ്റു പൈ ബൈ 3 എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 120 ആണ്. പൈ ബൈ 2 90 ആണ്. അപ്പോൾ 120 എന്ന് പറയുന്നത് 90നേക്കാളും വലുതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 120 എന്ന് പറയുന്നത് ആ ഇൻ്റർവെല്ലിൽ ഉണ്ടാവില്ല. അപ്പോൾ 2 പൈ ബൈ 3 നോട്ട് എലമെൻറ്റ് ഓഫ് മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ആണ്. അപ്പോൾ നമ്മൾ ഈ 2 പൈ ബൈ 3നെ ഈ ഇൻ്റർവെല്ലിൽ വരുന്ന ഒരു എലമെൻറ്റായിട്ട് മാറ്റിയതാണ്. അപ്പോൾ therefore സൈൻ 2 പൈ ബൈ 3നെ മാറ്റിയിട്ട് സൈൻ പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും 3 പൈ മൈനസ് പൈ എന്ന് പറയുന്നത് 2 പൈ ആണ്. അപ്പോൾ 2 പൈ ബൈ 3 എന്ന് പറഞ്ഞു വരും. നമ്മൾ ട്രിഗണോമെട്രിയിൽ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അപ്പോൾ അതനുസരിച്ച് സൈൻ പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറയുന്നത് സൈൻ പൈ ബൈ 3 എന്ന് പറഞ്ഞു കിട്ടും. പൈ ബൈ 3 എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പോൾ അത് ആ ഇൻ്റർവെല്ലിൽ ഉണ്ടായിരിക്കും. പൈ ബൈ 3 ബിലോങ്സ് ടു മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ 2 പൈ ബൈ 3 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 3 പൈ ബൈ 3 ഈ ഇൻ്റർവെല്ലിലുള്ള കാരണം കൊണ്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇതെന്ന് പറയുന്നത് പൈ ബൈ 3 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ആൻസർ. താങ്ക് യു.